مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما. ഈ മഹത്തായ വേദിയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകസമാധാന സന്ദേശത്തിൽ ഇസ്ലാം എന്നതാണ്. ലോകത്തിൽ തികച്ചും നരച്ചിത അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യശ്രാവണ മാധ്യമങ്ങൾ വീഴ്ചയിൽ നേരെയാണെന്ന് മനസ്സിലാക്കുന്നതാണ്. എന്നാൽ വേദകരെന്ന് പറയട്ടെ, ലോകസമാധാന സന്ദേശത്തിന് മാതൃകയാകേണ്ട ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അത്രയും എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മുസ്ലിം യഥാർത്ഥ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്നില്ല എന്നതാണ് സത്യം. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അത്യുത്തരം നടന്ന പ്രവാചകൻ പ്രായോഗികവൽക്കരിക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു. നോക്കൂ, ലോകസമാധാന സന്ദേശത്തിന്റെ ഉത്തമ ഫോർമുലയാണ് പ്രവാചകൻ നമുക്ക് നൽകിയത്. അറിയുക, അവരുടെ രക്തം, സമ്പത്ത്, അഭിമാനം ഇവ പവിത്രമാണ്. ഈ ദിവസത്തിന്റെ മാസത്തിന്റെ സ്ഥലത്തിന്റെ പവിത്രത പോലെ. ഇതാണ് പിൽക്കാലത്ത് ഐക്യരാഷ്ട്ര സംഘടന പോലും ലോകസമാധാന സന്ദേശത്തിന് മാതൃകയാക്കിയത്. അവരുടെ രക്തമല്ലാതെ തെറ്റുവയ്പ്പിക്കൂല. ഒരാളുടെ വർഗീയ മനഃപൂർവ്വം വധിച്ചാൽ മനുഷ്യകുലത്തെ വഴിവെച്ചതുപോലെയാണ്. ഒരാൾക്ക് ജീവൻ പറയാൻ കഴിഞ്ഞാൽ മനുഷ്യകുലത്തിന് വഴിവെച്ചീവൻ നൽകിയതുപോലെയാണ്. ലോകത്തിൽ നടക്കുന്നത് എന്താണ്? തീവ്രവാദത്തിന്റെ പേരിലും ജനാധിപത്യ സംസ്കാരത്തിന്റെ പേരിലും കൊല്ലപ്പെടുന്ന എത്ര പാവങ്ങൾക്കറിയാം അവരെ എങ്ങനെ കൊന്നുവെന്ന്. കൊല്ലുന്നവരും അറിയുന്നില്ല. എത്ര പരിതാപകരമാണ് ഈ അവസ്ഥ. അതുപോലെ തന്നെ നാം സമ്പത്ത് അനധികൃതമായി നേടിക്കൂട. എണ്ണയൂറ്റിൽ സമ്പത്ത് കൊള്ളയടിക്കൽ, രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കൽ, മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരോട് ഇസ്ലാം പറയുന്നു പാടില്ല. ഊഹാഭാവങ്ങൾ വ്യാഖ്യാനം ചെയ്യുന്നവരോട് സംഘീയ സമരമാണ് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞില്ല. യുദ്ധങ്ങളെ, കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും വധിക്കരുതെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. ആയിരക്കണക്കിന് യുവതികൾ താമസിക്കുന്ന ആശുപത്രികൾക്ക് മുകളിൽ ബോംബ് വർഷിക്കുന്ന കാണാൻ നമുക്ക് എങ്ങനെ സഹിക്കാനാകും? പലപ്പോഴും കേൾക്കാറുണ്ട് ഇസ്ലാം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണം പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ ഇസ്ലാമിക യുദ്ധത്തെക്കുറിച്ചും കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ചും അവിടെയുള്ളവരുടെ അനുവർത്തിച്ച നയത്തെക്കുറിച്ചും ഒരു പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാകും ഇസ്ലാമിക യുദ്ധങ്ങൾ എന്തിനാണ് നടന്നതെന്ന്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇസ്ലാമിന്റെ സ്നേഹോത്സവങ്ങൾ ഏതെങ്കിലും അല്പജ്ഞാനത്തിൽ ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങളെ തീവ്രതയുടെയും പര്യായമായി ഭീകരതയുടെയും തീവ്രതയുടെയും പര്യായമായി അവതരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് ഇതരത്തിന് മാതൃകയായി ജീവിക്കാൻ പ്രതിജ്ഞ. ഞാൻ തുടങ്ങട്ടെ. ആമീൻ.